എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ റുഖ്യ അവളാണെങ്കിൽ ഹീറോയോട് പറയും, നീ ഇപ്പൊ അറ്റാക്ക് ചെയ്ത ഹോളോ അത് ഒർഹിബയുടെ ബ്രദറാണ്. അത് കേട്ട് ഹീറോ അവൻ ഷോക്ക് ആവുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ടാവില്ല. ഒർഹിബയുടെ ബ്രദർ അവനെന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണേ? ഞാൻ അവനോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അതിന് റുഖ്യ പറയും, ആരെങ്കിലും ഒരാള് മരിച്ചതിന് ശേഷം ഹോളോ ആയി തീരണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. തീർത്താൽ തീരാത്ത പക, വെറുപ്പ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹോളോയെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. ഒരുപക്ഷെ അവന്റെ ജീവൻ അത് നഷ്ടപ്പെടാൻ കാരണക്കാരൻ നീ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ നിന്റെ നേർക്ക് വരുന്നത്. അത് കേട്ട് ഹീറോ അവന്റെ കൺട്രോൾ പോയി അവനാണെങ്കിൽ റുഖ്യയുടെ കോളറിന് കയറി പിടിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ ഈ റുഖ്യയുടെ ബ്രദറിനെ ഇതാദ്യമായിട്ടാണ് കാണുന്നത് പോലും. എനിക്ക് വരെ മുൻപ് പരിചയം പോലും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ അവനെ കൊല്ലും? എന്തിനു വേണ്ടി അവനെ എനിക്ക് കൊല്ലണം? അതിന് അവൾ പറയും, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. തീർച്ചയായിട്ടും ആ ഹോളോ അതിനെയും നിന്നെ ഫോളോ ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ നശിപ്പിക്കുമെന്നൊരു വാണിങ് അവളാണെങ്കിൽ ഇപ്പൊ ഹീറോയ്ക്ക് കൊടുക്കും. ആ ഹോളോ അത് നിന്നെ മാത്രമായിരിക്കില്ല, നിന്റെ ഫാമിലിയിലുള്ളവരെയും അവന്റെ സ്വന്തം സിസ്റ്റർ ആയിട്ടുള്ള ഒർഹിബയെയും വെറുതെ വിടില്ല. സോ നിനക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അത് നീ ചെയ്തിട്ടില്ല എങ്കിൽ വലിയ അപകടമാണെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ഒർഹിബയുടെ വീട്ടില് ഒർഹിബയെയും അവളുടെ ഫ്രണ്ട് ടക്സുമയെയും കാണിക്കും. അവർ രണ്ടുപേർക്ക് ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ച് ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴായിരിക്കും തൊട്ടടുത്ത് നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുക. ആ ഒരു ശബ്ദം കേട്ട് ഞെട്ടി ആ ഭാഗത്തേക്ക് നോക്കും. അടുത്ത നിമിഷം ഒർഹിബയുടെ ബ്രദറായിട്ടുള്ള ആ ഹോളോ അവനാണെങ്കിൽ അങ്ങനെ വന്ന് ടത്സുകയെ പിടിച്ചു വലിച്ച് തലത്തടിക്കുകയാണ്. ആ ഒരു അടിയില് അവളുടെ ബോധം പോവും. അപ്പൊ ദൂരത്തായിട്ട് ഒർഹിബ അവൾ ഈ കാഴ്ച കണ്ട് പേടിച്ചു വരച്ച് ശബ്ദം പോലും പുറത്തേക്ക് വിടാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു മൂലയ്ക്ക് പോയിരിക്കും. ഒർഹിബയുടെ ബ്രദർ മോൺസ്റ്റർ ഹോളോ അതാണെങ്കിൽ ഇപ്പൊ പതിയെ ഒർഹിബയുടെ അടുത്തേക്ക് വരും. അടുത്ത മൊമെന്റില് ഒർഹിബയുടെ കഴുത്തില് ഒരു ചെയിൻ അതങ്ങനെ വന്ന് വീഴാണ്. എനിക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ എന്താ നടക്കണേ? എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവള് ആ ചെയിൻ തകർക്കാനായിട്ട് ശ്രമിക്കും. ശരിക്കും ആ ഒരു ഹോളോ ഒർഹിബയുടെ ബോഡിയിലെ അവളുടെ സോളിനെ അതിനെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അത് തിരിച്ചറിയാനാവാതെ അവളാണെങ്കിൽ അവളുടെ കൂട്ടുകാരി ടക്സുമയുടെ അടുത്തേക്ക് ഓടിയെത്തും. അതിനുശേഷം അവളെ വിളിക്കുകയാണ്. ആ ഹോളോ ആണെങ്കിൽ ടക്സുമയെ പിടിച്ചു വലിച്ച് പുറഞ്ച അടിച്ച് ഒരു ഭാഗത്തേക്കിടും. അതിനുശേഷം ഒർഹിബയോട് പറയും, ഒർഹിബ നീ ഇനി എത്രയൊക്കെ ബഹളം വെച്ചിട്ടും അവളെ എത്രയൊക്കെ വിളിച്ചാലും അവൾ നിന്റെ ശബ്ദം അത് കേൾക്കാനും നിന്നെ കാണാനും പോകുന്നില്ല. ഒർഹിബയാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്കാവും. നീ എന്തായി പറയണേ? നീ ശരിക്കും ആരാ? എന്റെ പേര് അതെങ്ങനെ നിനക്കറിയാം? അതിനവനാണെങ്കിൽ ടെൻഷനായിട്ട്, നിനക്ക് ഇതുവരെ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എന്റെ ശബ്ദം അത് നിനക്ക് തിരിച്ചറിയാനാവുന്നില്ലേ എന്ന് ചോദിച്ച് അവനാണെങ്കിൽ അവളെ പേടിപ്പിക്കുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയും റുഖ്യയും അവർ രണ്ടുപേരും ഒർഹിബ താമസിക്കുന്ന വീട് ലക്ഷ്യമാക്കി അങ്ങനെ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. കാരണം അവർക്കറിയാം ഇപ്പൊ ഹോളോ അവിടെ തന്നെ ഉണ്ടാവുമെന്ന്. ഹീറോയ്ക്കാണെങ്കിൽ പിടികിട്ടാത്ത ഒരുപാട് സംശയങ്ങൾ. അവനാണെങ്കിൽ അത് റുഖ്യയോട് ചോദിക്കും, എന്തുകൊണ്ടായിരിക്കാം സ്വന്തം സിസ്റ്ററിനെ അവളെ തന്നെ ആ ഹോളോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നേ? അതിനുള്ള കാരണം അതെന്താ നിനക്കറിയോ? അതിനവൾ പറയും ഒരുപക്ഷെ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ മൈൻഡ് നഷ്ടപ്പെട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ അവൻ ചെയ്യുന്നത്. കട്ട് ചെയ്താ ഇവിടെ ആ ഹോളോ അവൻ ഫുൾ കലിപ്പില് ഒർഹിബയെ പുറഞ്ച അടിക്കുകയാണ്. ആ സമയമായിരിക്കും നമ്മുടെ ഹീറോ അവനങ്ങനെ ചാടി വന്ന് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഹീറോയെ കാണേണ്ട താമസം ആ ഹോളോ അത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഒർഹിബയാണെങ്കിൽ ഇപ്പൊ ഹീറോയെ കണ്ട് അവനോട് ചോദിക്കും, നീ എന്താ ഇവിടെ? എങ്ങനെ ഒരു സംഭവം അതിവിടെ നടക്കുന്നത് നീ എങ്ങനെ അറിഞ്ഞു? ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്ക്. കാരണം ഹീറോ ഇപ്പോ അവന്റെ സോൾ സ്പിരിറ്റ് ഫോമിലാണ് ഉള്ളത്. നോർമൽ ഹ്യൂമൻ ബീങ്സിന് ഒരിക്കലും അവന്റെ ഈ ഫോം കാണാൻ പറ്റില്ല. അടുത്ത സെക്കൻഡ് വീണ്ടും ആ ഒരു ഹോളോ അതങ്ങനെ ഒർഹിബയെ കവർ ചെയ്ത് പിടിച്ച് ഹീറോയുടെ മുൻപിലേക്ക് വരും. നീ ഇപ്പൊ സംസാരിക്കുന്നത് ദ റിയൽ ഒർഹിബയോടല്ല, അവളുടെ സ്പിരിറ്റിനോടാണ്. ഞാൻ ഓൾറെഡി അവളെ കൊന്നു കഴിഞ്ഞു. ആ ഹോളോ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ഒർഹിബയോട് ചോദിക്കും, നിനക്കിപ്പോഴും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അതിനവളാണെങ്കിൽ വലിയൊരു ഞെട്ടലോട് കൂടെ അതാരാണെന്ന് തിരിച്ചറിയാണ്. നീ എന്റെ ബിഗ് ബ്രദർ അല്ലേ? ഉടനെ അവളെ അവനോട് ചേർത്ത് പിടിക്കും. പണ്ട് നീ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. നിനക്കാരും ഇല്ലായിരുന്നപ്പോ ഞാൻ മാത്രമായിരുന്നു നിനക്കുള്ള ഏക ആശ്രയം. പതിയെ നിനക്ക് ഫ്രണ്ട്സ് വന്നു, സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ നീ എന്നെ മറന്നുപോയി, എന്നെ നിനക്ക് വേണ്ടാതെയായി. സത്യത്തിൽ അതാണ് ഒർഹിബ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. എങ്കിലും എനിക്ക് നിന്നെ തിരികെ വേണം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.
ആ സോൾ റീപ്പറിനെ അവനെ തല്ലിക്കൊന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് തിരികെ വരുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയ്ക്ക് നേരെ തിരികെയാണ്. ഉടനെ ഹൊറുഗിബയാണെങ്കിൽ ഇപ്പൊ ടെൻസ്ഡ് ആവും. അവള് അവളുടെ ബ്രദറിനെ ഹീറോയുടെ അടുത്തേക്ക് പോവാതിരിക്കാനായിട്ട് പിടിച്ചു വെക്കും. അതിന് ഫുൾ കലിപ്പില് ബ്രദർ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് നോക്കി നിൽക്കാനാവില്ല. ഹീറോ അങ്ങനെ ചാടി വീണ് ഹൊറുഗിബയെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി അവിടുന്ന് ദൂരേക്ക് അകറ്റി നിർത്തും. അതിനുശേഷം അവനെ പിടിച്ചു വലിച്ച് അവനോട് ദേഷ്യപ്പെട്ട് പറയും, നീ സെൽഫിഷ് ആണ്, നീ ഒരിക്കലും ഒരു നല്ല ബ്രദർ ആയിരുന്നില്ല, നിന്നെ കൊണ്ട് ഒരിക്കലും ഒരു നല്ല ബ്രദർ ആവാനും സാധിക്കില്ല. നിന്റെ അനുജത്തി അവള് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിൽ നിനക്ക് ജലസാണ്. സോ നീ ഒരു ഗുഡ് ബ്രദർ അല്ല, നിനക്ക് ജീവിച്ചിരിക്കാൻ യാതൊരു അർഹതയില്ല. അത് കേട്ട ആ ഹോള് അവൻ ടെൻഷനായി ഹീറോയോട് പറയും, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ പാരന്റ്സിനെ നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം അവളെ വളർത്തിക്കൊണ്ടുവന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഞാനാണ്. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നെ കൊണ്ട് ഒരിക്കലും എന്റെ അനുജത്തിയെ മറക്കാനായിട്ട് കഴിയില്ല. എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും അവളോടുള്ള സ്നേഹവും പൊസസീവ്നെസ്സും അത് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്റെ അനുജത്തി അവൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എന്റെ ലോകത്തേക്ക് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത്. അത് പറയേണ്ട താമസം ഒറീബ അവൾ ഓടി വന്ന് അവളുടെ ബ്രദറിനെ കെട്ടിപ്പിടിക്കും. ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരി. സത്യത്തിൽ എനിക്ക് ഈ ലോകത്ത് ആകെ ഉണ്ടായിരുന്നത് എന്റെ ബിഗ് ബ്രദർ മാത്രമാണ്. ഞാൻ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്. പക്ഷേ നിന്റെ വേർപാട് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ എനിക്ക് നീയുമായിട്ടുള്ള ആ മാനസികമായിട്ടുള്ള ബന്ധം അത് കുറഞ്ഞുപോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ വിങ്ങിപ്പൊട്ടും. എനിക്കറിയാം അന്ന് റോഡിൽ വെച്ച് എനിക്ക് ആക്സിഡന്റ് ആയപ്പോൾ പോലും എന്നെ സേവ് ചെയ്തത് മറ്റാരുമല്ല നീയാണെന്ന്. കാരണം നിനക്ക് എന്റെ മേലെ അത്രയും കരുതൽ സ്നേഹമാണ്. എനിക്കറിയാം എന്റെ ബ്രദറിന് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാണ് ഏറെ ഇഷ്ടമെന്ന്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ കൂടെ കൂടി ഹാപ്പി ആവാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അതെന്റെ ചേട്ടന്റെ മനസ്സിൽ ഒരുപാട് വേദനകൾ മാത്രം ബാക്കിയാക്കി. അത് കേട്ട് അവനാണെങ്കിൽ ഞെട്ടുകയാണ്. അടുത്ത നിമിഷം അവന്റെ സ്പിരിറ്റ് ആ ഹോളോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. റുക്കിയ ആ കാര്യം ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. അവരെല്ലാവരും ഇപ്പൊ ആ ഒരു ഹോളോയെ തന്നെ നോക്കി നിൽക്കും. റുക്കിയയ്ക്ക് ആണെങ്കിൽ ഏകദേശം നടന്നൊക്കെ മനസ്സിലാവും. കാരണം ഒറിഹിബയുടെ ബ്രദറിന് ഒരു ഹോളോയായി മാറാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഏതോ ഒരു ഹോളോ അവനെ മറ്റേതോ ഒരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയി ഫോഴ്സ് ചെയ്താണ് ഹോളോ ആക്കി മാറ്റിയത്. ഇപ്പോ ഒറിഹിബയുടെ ബ്രദർ ആ ഹോളോയായിട്ട് ഫൈറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പഴയതുപോലെ ആവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവിൽ ഒറിഹിബയുടെ ബ്രദർ അവൻ ഫൈറ്റ് ചെയ്ത് ഇപ്പോ ആ ഒരു ഹോളോയിൽ നിന്ന് പുറത്തു വരും. അവന്റെ സിസ്റ്ററിനെ അവസാനമായിട്ട് കൈകളിലേക്ക് താങ്ങി എടുക്കുകയാണ്. അപ്പൊ അവൻ കാണും ഒരുപാട് സ്നേഹത്തില് അവൻ കൊടുത്ത ആ ഒരു ക്ലിപ്പ്. അത് അവൾ എപ്പോഴും അവളുടെ ചേട്ടനെ ഓർക്കാനായിട്ട് അവളുടെ തലയിൽ ചൂടിയിട്ടുണ്ട്. ആ ഒരു മൊമെന്റിലാണ് അവളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവൻ തിരിച്ചറിയുക. ആ ഒരു കുറ്റബോധത്തില് അവൻ ഹീറോയുടെ ആ സ്ക്വാഡ് എടുത്ത് സ്വയമേ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവും. ഒറീബയാണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. ആ സമയം അവളുടെ ബ്രദർ സെൽഫ് സാക്രിഫൈസ് ചെയ്ത് അവിടുന്ന് അങ്ങനെ ഇൻവിസിബിൾ ആവുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ഒറീബ അവളാണെങ്കിൽ നോർമലായി ഹാപ്പിയായി അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അവളാണെങ്കിൽ ഫ്രണ്ട്സിനോട് പറയും, ഇന്നലെ എന്റെ വീട്ടിലേക്ക് വലിയൊരു ഗുസ്തിക്കാരൻ വന്നു. അവൻ ഗുസ്തിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് എന്റെ വീട്ടിലെ ചുമരൊക്കെ തകർത്ത് കളഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ആൾക്കാരെ കാണിക്കും. ഹീറോയും റുഖയും ആക്ച്വലി അവർ രണ്ടുപേരും ചേർന്നാണ് ഒറിഹിബയുടെ മെമ്മറിയിൽ ഈ ചേഞ്ച് അത് കൊണ്ടുവന്നത്. സോ അതുകൊണ്ടാണ് അവൾ ഇത്തരത്തില് ലാസ്റ്റ് നൈറ്റ് നടന്ന കാര്യങ്ങളെല്ലാം മറന്ന് മറ്റൊരു കാര്യം അവരുടെ ഫ്രണ്ട്സിനോട് പറയുക. അവസാനമായിട്ട് ഹീറോ ആണെങ്കിൽ റുഖയുടെ കൈ പിടിച്ച് പറയും, ഒരു സോൾ റീപ്പറായി മാറാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ട് റുഖിയ അവളെ ഹാപ്പി ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.